എടാ ഗൗതമേ, നീ കേൾക്കുന്നുണ്ടോ? പറയേ. ഈ ജയിക്കിന് എന്താടാ പറ്റിയത്? ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പത്തെ വീണ്ടും എത്തിയിട്ടുണ്ട്. എന്തിനാടാ ഇങ്ങനെ ആളുകളായിരുന്നു ഏറ്റി വാങ്ങുകയാണ് ജയിക്ക്. ആ ഇന്നലെ മാതൃഭൂമിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. മാധു നയിച്ചൊരു നീ ജയിക്കിന്റെ ട്രോളിന്റെ ഇത് തന്നെയാണ്. ട്രോളാണ് ജയിക്കിനെ. പുള്ളി എന്താണ് ന്യായീകരിക്കുകയാണ്. RSSുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ അഖില കേരള ചക്രവർത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്. അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല RSSുമായിട്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? RSSുമായിട്ട് യാതൊരു ബന്ധവുമില്ല. RSS 1 കോടി രൂപയുടെ വിലയിട്ട ആളാണ്, തലയ്ക്ക് വിലയിട്ട ആളാണ് നമ്മുടെ മുഖ്യൻ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് RSSനുമായിട്ട് ബന്ധമുണ്ട് പറയുന്നതൊക്കെയാണ് ജയിക്ക് പറയുന്നത്. ഇട്ട് തൂക്കുകയാണ് ജയിക്കിനെ. സത്യം പറഞ്ഞ പാവം തോന്നും അല്ലേ? ഇത് വെച്ചാൽ മാധു ചോദിക്കുന്ന ചോദ്യത്തിൽ, അതിന്റെ അവതാരക ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഒരു ഉത്തരം പറയാനില്ലാതെ ചോദിക്കുന്ന ചോദ്യം. ജയിക്കിന് പക്ഷേ വേറൊരു കാര്യമുണ്ട്. ജയിക്കിന് അങ്ങനെയല്ലാതെ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ ജയിക്കിന് പിന്നെ എന്ത് പറയാൻ പറ്റും? അതാ ഞാൻ പറയുന്നത്, പാവം തോന്നുന്നു. കാരണം ചോദിച്ച ചോദ്യം കൈവെട്ടും കാലുവെട്ടും ഗോവിന്ദ മാഷ പറഞ്ഞാലെന്ന് പറഞ്ഞിട്ടാണ് നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സഹാക്കൾ അൻവറിനെതിരെ തെരുവിലിറങ്ങിയത്. അപ്പോൾ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പരസ്യമായിട്ട് പറയുകയാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ മുഖ്യൻ RSSുമായിട്ട് ബന്ധമില്ലാതെ. അതെ, ചോദ്യം ഒന്ന് ഉത്തരം. കാരണം എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഉള്ള ചർച്ചയിൽ A റഹീമായിരുന്നു. ഇരുന്ന് മെഴുകുകയാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും അവതാരക സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം ഒന്ന് ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം വരും. ഒടുവിൽ ഈ മാധുവിനും ഈ മാതൃഭൂമിക്കൊക്കെ കോൺഗ്രസ് ബന്ധമാണ്, കോൺഗ്രസിനുള്ള താല്പര്യപ്രകാരമാണ് ഇങ്ങനെ അത് പറഞ്ഞത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും അവർക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ ഞാൻ ആലോചിക്കും, ജയിക്കിനും ട്രോളുകൾ ഏറ്റുവാങ്ങാൻ ചങ്കൂറ്റം വേണം അല്ലേ? ഈ ആർഷോ, ജയിക്ക്, A റഹീം ഇവരൊക്കെ ഈ പണിയും ട്രോളും ഇരന്ന് വാങ്ങാനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാലുണ്ടല്ലോ, സാധാരണയൊക്കെ മോശം കമൻറ്റുകളാണ്. ഇവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ടും ഇവരെയൊക്കെ മോശം വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ട് നമ്മൾ തന്നെ ഇരുന്ന് ചിരിച്ചു പോവും. കാരണം ഇവർക്ക് സത്യം പറയണമെന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യൻ RSSുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങളുടെ മുഖ്യൻ RSS നേതാവിൻ്റെ ADGP കാണാൻ പോയത് ഞങ്ങളുടെ മുഖ്യൻ്റെ ആവശ്യത്തിനാണ്, മകളെയും എന്നെയും മരുമകനെയൊക്കെ രക്ഷിക്കാനാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന് എല്ലാം ഒതുക്കി തീർക്കാനാണ്. ഇതൊക്കെ പറയണമെന്നുണ്ട്. കുറെ കാലം കൂടെ നിന്ന അൻവർ പോലും പറയുന്നു അതെ രാജാവ് നഗ്നനാണെന്ന്. അതെ, എന്നിട്ട് ജയിക്കില്ലേ അൻവർ രാജാവിനെതിരെ. പക്ഷെ രാജാവിന് പുല്ല് വിലയാണ് അൻവർ കൊടുക്കുന്നത്. അതും പോയിട്ട് അത് ശരിക്കും അൻവർ കാണിക്കുന്നത് ശരിയല്ല. കാരണം ഇത്ര കാലം രാജാവ് അൻവറിനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് കയറൂരി വിട്ടിട്ട് ഇപ്പോ ഒരു അതായത് പാല് കൊടുത്ത അങ്ങനെ പറയാൻ കഴിയില്ലടാ. കാരണം എങ്ങനെ പറയാൻ പറ്റില്ല? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത്രയും കാലം അൻവറിന് പാല് കൊടുത്തിട്ട് അവസാന നിമിഷം കിടന്ന് കുത്തിയില്ലേ? അത് ശരിക്കും അൻവർ ചെയ്ത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയട്ടെ ഗൗതമേ, നമ്മളിപ്പോ നമുക്ക് ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നമ്മൾ വിചാരിക്കാം നന്നാവുമായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും, ഒരു അവസരം കൊടുക്കാം, നാളെ നന്നാവും. ഒരു കാലവും നന്നാവൂല എന്ന് കണ്ടപ്പോൾ പാർട്ടിയിലുള്ള ആരെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചു. ആരും പറയുന്നില്ല. എല്ലാവരും ഏറാമൂളികളായി നിൽക്കുന്നേ ഉള്ളൂ. മാധ്യമങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. പോയ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത്. പിന്നെ അവസാനം ആരെയും ഒന്നും പറയാതെ കിട്ടാതെ വന്നപ്പോൾ മൈക്കിൻ്റെ തലയ്ക്ക് കയറി. ആരെ നെഞ്ചത്തും കയറാൻ പറ്റൂല. വീട്ടിൽ പോയാൽ മോള് പറയണതും കമല പറയണതും കേട്ടേ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ റിയാസ് പറയണേക്കണം. നമ്മളൊക്കെ ഓണമൊക്കെ സന്തോഷത്തോടെ ആഘോഷിച്ചപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുകുകയാണ്. കാരണം സദ്യ പോലും. പക്ഷെ എവിടെ നിന്നാണ് പണി വരുന്നത്? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തെന്നറിയാമോ, ഇസ്രായേലി ഹിസ്ബുള്ളക്ക് എതിരെ എവിടെ നിന്നാണ് മിസൈൽ വിടുന്നത്? അതുപോലെ ഇപ്പൊ മുഖ്യം പേടിക്കാണ്, ഈ അൻവറിൻ്റെതാണോ ഇനി അടുത്ത ആരാണ്? ഈ ലെവലിൽ ഇപ്പൊ ഭയന്ന് മുഖ്യം വല്ല ബങ്കറിൽ ഒളിക്കുമെന്നാണ് എൻ്റെ നിഗമനം. അല്ല, പേടിയില്ല, ബങ്കറിൽ ഒളിച്ചോട്ടെ, അത് നമ്മൾക്ക് വിഷയമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തന്നാ മതി. പിന്നെ ഒരു കാര്യം, കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട്, നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അൻവർ ചെയ്തത് വൃത്തികേടാണെങ്കിലും അൻവർ ചെയ്തതിൽ
ഒരു ആർജവും ഉണ്ട്. സമ്മതിക്കും. സത്യം, കുറെ സത്യം, അദ്ദേഹം ഒരു ഉടായ്പാണെങ്കിലും ഒരുപാട് സത്യം അൻവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവര് പറയുന്നു അൻവർ മുഖ്യനൊരു വലിയ സ്നേഹനിധിയായിട്ടാണല്ലോ അൻവർ കാണുന്നത്. അതുകൊണ്ടാണ് അൻവർ ഞാൻ മുഖ്യനെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പറയുന്നത്. മുഖ്യന് മനസ്സിലാക്കണം, മുഖ്യന്റെ ഗ്രാഫ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദി മറ്റവനാണ്, ആ ശശിയാണ്. കേൾക്കുന്നില്ല. ശശിയെ കൂടെ മുഖ്യൻ എല്ലാ രീതിയിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നാവണമെന്ന് ആഗ്രഹവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമൊക്കെ വേറെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പിന്നെ ഇതിലുള്ളൊരു കാര്യം, ഇപ്പോൾ ഇവർ പറയുന്നത്, പാർട്ടി പറയുന്നത് അൻവർ പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ആളാണ്, അൻവറിൻ്റെ തീവ്രവാദ ബന്ധമുണ്ട്, ആനയാണ് ചേനയാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. 3 തവണയാണ് നിലമ്പൂരിൽ നിന്ന് അൻവർ ജയിച്ചത്. ഈ 3 തവണ ഇവർക്ക് അറിയില്ലായിരുന്നു അൻവർ ഇത്തരത്തിൽപ്പെട്ട ആളാണെന്ന്. അപ്പോൾ അൻവറിനെ തഴുകി തലോടി ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ അൻവറിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കണ്ണടച്ചു കൊടുത്തത് ഇവരാണല്ലോ. അൻവർ ആഫ്രിക്കയിൽ പോയി ഒരു MLA ആയതിനു ശേഷമാണ് അൻവർ ആഫ്രിക്കയിൽ ഖനനം ചെയ്യാൻ പോയത്. എന്ത് ബിസ്ക്കറ്റ് കച്ചവടത്തിൽ നിന്നാണ് അൻവർ പറഞ്ഞത്. അൻവർ എന്തിനു പോയെന്നൊക്കെ പിന്നീട് മറ്റേ തൊപ്പി തലയിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തു വന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ജയിക്കിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ജയിക്കിനെ ശരിക്കും ഇട്ട് കൊടുക്കുന്നത് പാർട്ടി തന്നെ. ജയിക്കിനെ, ആർഷോയെ, A റഹീമിനെ, ഇവരെയൊക്കെ അങ്ങ് ഇട്ട് വലിച്ചു. ഈ KM അനിൽകുമാർ എന്ന് പറഞ്ഞൊരു നേതാവുണ്ടല്ലോ, അദ്ദേഹത്തെ എല്ലാ ചർച്ചയിലും വാരിക്കോരി ഒട്ടിക്കലാണ്, വാരിക്കോരി ഭിത്തിയിൽ ഒട്ടിക്കലാണ്. ഇപ്പം പിണറായി വിജയനെ നമ്മുടെ അൻവർ AKG സെന്ററിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചതുപോലെ ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ വക്താക്കളെല്ലാം കീറി മുറിച്ച് ഈ ബിനുവിനെ പേടിച്ച് ഏഷ്യനായിട്ട് ബഹിഷ്കരിച്ച് പോകുന്നില്ല. ഇപ്പം അങ്ങോട്ട് കയറി മേയാണ് അവതാരകരല്ല. എന്നിട്ട് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? CPM ഇപ്പം വീണ്ടും ഏഷ്യാനെറ്റുമായിട്ട് അടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവർക്ക് ഈ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയത് വലിയ ആഘോഷമൊക്കെ ആയിട്ട് നടത്തിയിരുന്നു. 1 മില്യൺ കിട്ടിയത്. അപ്പോൾ അന്നേരം റിയാസ് ഈ വിനുവിനെയൊക്കെ ഏതോ രീതിയിൽ വിമർശനങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പം വിനു നൽകിയ പ്രതികരണം എന്ന് പറഞ്ഞ വിമർശനങ്ങളെ സ്വീകരിക്കുന്നു. അത്രയും പറഞ്ഞ് നിർത്തിയോ? സ്വീകരിക്കുന്നു. അൻവർ പത്രസമ്മേളനം നടത്തിയതിൻ്റെ അന്ന് വിനു വി ജോണിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പ്രസംഗം മീൻസ് ഒരു വാർത്താ അവലോകനം പോലെയുള്ളത്. ശരിക്കും അതിരുന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു മാധ്യമപ്രവർത്തകർക്കും ചെയ്യാൻ അത് കഴിയുമെന്നുള്ളത്. കാരണം അദ്ദേഹം അത്രയും ഗംഭീരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു രാജാവ് നഗ്നനാണ് എന്ന് പിന്നെ അൻവർ വിളിച്ചു പറഞ്ഞുവെങ്കിൽ രാജാവ് പൂർണ്ണ നഗ്നനാണ് എന്ന് വിനു വി ജോൺ വിളിച്ചു പറഞ്ഞു. അത്രമാത്രം കുറിക്ക് കൊള്ളുന്ന മറുപടികളും കുറിക്ക് കൊള്ളുന്ന വാചകങ്ങളുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ നിരന്തരം പാർട്ടിക്കകത്ത് നിന്നപ്പോഴും പിണറായി വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ BS അച്യുതാനന്ദൻ ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്. ഇപ്പോൾ പണ്ട് വ്യക്തികൾക്കല്ല പ്രസ്ഥാനത്തിനാണ് സ്ഥാനം, ഇപ്പോൾ വ്യക്തികൾക്കാണ് സ്ഥാനം എന്ന് മനസ്സിലായപ്പോഴാണ് തിരുത്താൻ ശ്രമിച്ചത്. അപ്പോൾ VSനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. എന്തിനേറെ പറയുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ചിരിക്കുന്ന മുഖമാണ് പാർട്ടിയിലെ. കോടിയേരി ബാലകൃഷ്ണനോട് അവസാനം കാണിച്ചത് എന്താണ്? വിദേശത്തേക്ക് ടൂറ് പോവാനായി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം പോലും AKG സെൻറ്ററിൽ വയ്ക്കാതെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി. എന്നിട്ട് എന്തൊരു അഭിനയമായിരുന്നു പിണറായി വിജയൻ അവിടെ അഭിനയിച്ചത്. അതാണ് ഒത്ത സഹാവ് പിണറായി വിജയൻ അവിടെ അഭിനയിച്ചത് കണ്ടത്. പി ജയരാജനെ തടയുന്നു. പി ജയരാജനെ അല്ല EP ജയരാജനെ, കണ്ണൂരിലെ പി ജയരാജന് വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് PJ ആർമി അതിനെതിരെ വരുന്നു. അതിനുശേഷം EP ജയരാജൻ വ്യക്തിപൂജ ക്യാപ്റ്റൻ ആവാം. നമ്മുടെ വീണ വിജയൻ പറഞ്ഞതുപോലെ ഈ കപ്പൽ ഉലയുകയില്ല, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്. ആ കപ്പൽ ആടി ഉലഞ്ഞ് അങ്ങ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴ്ന്നു പോയി. കുറച്ച് മുകളിൽ എന്തോ കുറച്ച് പൊങ്ങി കിടന്നതിന് അൻവർ മൊത്തത്തിൽ അങ്ങ് ഇടിച്ചു താഴ്ത്തി. ഇനി അത് പൊങ്ങി വരത്തില്ല. പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇന്ന് അൻവർ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കും. വരാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഞാനൊരു പാർട്ടി രൂപീകരിക്കും എന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ ലീഗിൽ ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഒരുപാട് പേരുണ്ട്, 4-5 പേരുണ്ട്. അവരൊക്കെ
വിട്ടിട്ട് അൻവറിന്റെ കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെന്ന്. എന്തായാലും ജയിക്കിനോടൊരു അപേക്ഷയേ ഉള്ളൂ, ഇങ്ങനെ നാറാൻ വേണ്ടി ചെന്നിരിക്കരുത്. കാരണം പാർട്ടി ഏത് തരത്തിൽ ന്യായീകരിച്ചാലും ആ ന്യായീകരണങ്ങളൊന്നും ആ ക്യാപ്സ്യൂളുകളൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വിശ്വസിക്കുന്നില്ല. ഒരു കൃത്യമായിട്ട് കാര്യം ബോധിപ്പിക്കാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന ഒരാള് CPM ഇല്ല. ഈ ബോധിപ്പിക്കാൻ പറ്റില്ല. ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സത്യം തുറന്നു പറയണം. ഓൾറെഡി നഗ്നതയാണ്. അതെ, എന്ത് ബോധിപ്പിക്കാനാണ്? പൂർണ്ണ നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് പിന്നെ നാറാനും ഒക്കെ വേണം ഒരു ചങ്കൂറ്റം. അതൊക്കെ ശരിയാണെങ്കിലും ഒരു വല്ലാത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അത് നാട്ടിൽ വല്ലാതെ അതുണ്ട്. അത് ഇവര് ഉണ്ടാക്കിയതല്ലേ. അത് അതെ, അത് വേറെ ചർച്ചയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ പാവപ്പെട്ട ഈ വക്താക്കൾ, CPM വക്താക്കൾ, ജയിക്കിനെ പോലുള്ളവരൊക്കെ ഇരുന്ന് നാറുന്നതും പിന്നെ ഈ ഉത്തരയില്ലാതെ ബബ്ബ അടിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് ജയിക്ക്. എന്തായാലും വേറൊരു മികവുണ്ടായില്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കിനൊക്കെ ഇത്രയും ട്രോളുകൾക്ക് വിധേയമായിട്ടും ഇത്രയും നാണം കിട്ടിയിട്ടുമൊക്കെ വീണ്ടും വന്ന് സംസാരിക്കാനുള്ളൊരു ഒരു ആർജവം കാണിക്കുന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പേരാണ് ഷോ എന്ന് പറയുന്നില്ല. നമുക്ക് നിർത്താം. ശരി.